കുടുംബത്തിൽ സ്ത്രീക്കാണ് സമ്പത്തിന് കൂടുതൽ അധികാരം. വിവാഹ സമയത്ത് 2 തരത്തിൽ സ്ത്രീയുടെ കൈവശം സമ്പത്ത് വന്നു ചേരുന്നു. ഒന്ന്, വധുവിൻ്റെ അച്ഛൻ സമ്പത്തിൻ്റെ വിഹിതമായി കൊടുക്കുന്ന സ്ത്രീധനം. ഈ ധനത്തിന് പൂർണ്ണ അവകാശം സ്ത്രീക്കാണ്. നമ്മുടെ സർക്കാർ നിരോധിച്ച സ്ത്രീധനമല്ല സ്ത്രീക്ക് പിതാവ് നൽകുന്ന ധനവിഹിതം. വരൻ്റെ വീട്ടുകാർ വധുവിൻ്റെ അച്ഛനെ ഏൽപ്പിക്കുന്ന കന്യാശുൽക്കത്തിനും അധികാരി സ്ത്രീയാണ്. സ്ത്രീയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള സന്ദർഭത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ ഡോക്ടർ CT ഫ്രാൻസിസ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന മനുവിൻ്റെ വിധിയിലെ സ്വാതന്ത്ര്യം എന്ന പദം നാം വിചാരിച്ചതുപോലെയുള്ള സ്വേച്ഛാചാരിത്വമല്ല, സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള പ്രവർത്തനമല്ല എന്ന് പറയുകയുണ്ടായി. എന്നാൽ സ്വാതന്ത്ര്യം എന്ന പദം നാം വിചാരിക്കുന്നത് പോലെ ഉള്ള അർത്ഥത്തിൽ സംസ്കൃതത്തിൽ എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ആ അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കുന്നുമുണ്ട്. അതും സ്ത്രീയുടെ എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ്. ആ ശ്ലോകം ഇങ്ങനെയാണ്: സൗദായികേതു നാരീണാം സ്വാതന്ത്ര്യം പരികൽപ്പിതം വിക്രയേ ചൈവ ദാനേ ച സ്വച്ഛന്തം സ്ഥാവരേഷ്വപി. ഇവിടെ സൗദായികത്തിൽ നാരിമാർക്ക് സ്വാതന്ത്ര്യം പരികൽപ്പനം ചെയ്തിരിക്കുന്നു. ഒരിടത്ത് സ്വാതന്ത്ര്യം എന്നുള്ളതിന് സ്വേച്ഛാചാരിത്വം എന്ന അർത്ഥം പറയാത്തത് കൊണ്ട് ഇവിടെ വളരെ ആ അർത്ഥം സ്പഷ്ടമായി തന്നെ പറയുകയാണ്. എന്താണത്? വിക്രയേ ചൈവ ദാനേച്ച സ്വച്ഛന്തം സ്ഥാവരേഷു അപി. വിക്രയം ചെയ്യുക, വിൽക്കുക, അതുപോലെ ദാനം ചെയ്യുക, ഈ 2 കാര്യത്തിലും സ്വച്ഛന്തം, സ്വന്തം ഇഷ്ടം എന്ന അർത്ഥത്തിലാണ് ഇവിടെ സ്വാതന്ത്ര്യം എന്ന പദം പറഞ്ഞത്. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ പലപ്പോഴും പറയാറ് സ്ത്രീകൾക്ക് സമ്പത്തിന് അധികാരം വരുന്നില്ല എന്നാണ്. എന്നാൽ സ്മൃതികളുടെ താത്പര്യം നോക്കിയാൽ സ്ത്രീക്കാണ് സമ്പത്തിന് കൂടുതൽ അധികാരം വരുന്നത്. വിവാഹം നടക്കുന്ന സമയത്ത് 2 വഴിക്ക് സ്ത്രീയുടെ കയ്യിൽ സമ്പത്ത് വന്നു ചേരുന്നുണ്ട്. ഒന്ന് സ്ത്രീധനം. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സർക്കാർ നിരോധിച്ചിട്ടുള്ള വിധത്തിലുള്ള സ്ത്രീധനമല്ല. സ്ത്രീധനം എന്ന് പറയുന്നത് ഈ വിവാഹം ചെയ്യുന്ന വധുവിന് അവരുടെ അച്ഛൻ നൽകുന്ന സമ്പത്തിൻ്റെ വിഹിതമാണ്. സ്ത്രീക്കായി നൽകപ്പെടുന്ന വിഹിതം, ധനം, അതാണ് സ്ത്രീധനം. ഈ സ്ത്രീധനം ആ കന്യകയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ, വധുവിന് മാത്രമേ അത് ചെലവാക്കാൻ അധികാരമുള്ളൂ. ഒരു വിധത്തിലും കൂടെ സ്ത്രീയുടെ കയ്യിൽ ധനം വരുന്നു. അത് വരൻ്റെ വീട്ടുകാർ കന്യാശുൽക്കം എന്ന പേരിൽ വധുവിൻ്റെ വീട്ടുകാർക്ക് നൽകുന്ന പണമാണ്. കന്യാശുൽക്കം വധുവിൻ്റെ അച്ഛനെ ഏൽപ്പിച്ചാൽ അതെന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ദരിദ്ര കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ വിവാഹത്തിൻ്റെ ചെലവിന് വേണ്ട പണം അതിൽ നിന്നെടുക്കാം. നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെ വിവാഹം വളരെയേറെ ചിലവേറിയ ഒരു കാര്യമല്ല. വിവാഹത്തിന് എന്ത് ചിലവാണ് വരുന്നത്? ഇപ്പോൾ ഒരു ഹോമം ചെയ്യുക, ലാജഹോമവും അതിൻ്റെ പരികർമ്മിക്ക് വേണ്ട പണവും ഒക്കെ വളരെ ചെറിയ ഒരു തുക മാത്രമേ വിവാഹത്തിന് ചിലവ് വരുന്നുള്ളൂ. ഇന്നത്തേതുപോലെ വളരെ ചിലവേറിയ സദ്യകളും മറ്റും വിവാഹങ്ങൾക്കുണ്ടായിരുന്നില്ല. വിവാഹത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞാൽ ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രത്തിൽ പറയുന്നത് സുമംഗലീരിയം വധൂഹു ഇമാം സമേത പശ്യത സൗഭാഗ്യമസ്യൈ ദത്വ യഥാസ്തം വിപരേതന എന്നാണ്. ഈ വധു ഇപ്പോൾ സുമംഗലിയായിരിക്കുന്നു. എല്ലാവരും വന്ന് ഇവളെ കണ്ടുകൊള്ളുക. ഇവൾക്ക് സൗഭാഗ്യം ആശംസിച്ച് എല്ലാവരും വന്നതുപോലെ മടങ്ങിപ്പോവുക എന്നാണ്. അങ്ങനെ എല്ലാവരും മടങ്ങിപ്പോവുക. ഇപ്പം നമ്മളതൊക്കെ മാറി ഈ മന്ത്രം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഡൈനിങ് ഹാളിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അന്ന് അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. അപ്പോൾ രാജഹോമത്തിനും മറ്റും വരുന്ന ചെറിയ ചെലവുകൾക്ക് ഉള്ള പണം ഇതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യരുത്? ബാക്കി പണം കന്യകയുടെ അച്ഛൻ
എടുക്കാൻ പാടില്ല. ന ഗൃഹീയ ശുൽക്കമണ്വബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വധുവിൻ്റെ പിതാവ് വിദ്വാനാണെങ്കിൽ, അറിവുള്ളവനാണെങ്കിൽ, ന ഗൃഹീയ ശുൽക്കമണ്വബി, ഈ ശുൽക്കത്തിൽ നിന്ന് ഒരു അണു പോലും എടുക്കരുത്. ഗൃഹ്ണംസ്തു ശുൽക്കം ലോഭേന, എന്നാൽ അത്യാഗ്രഹം കൊണ്ട് ഈ ശുൽക്കം എടുക്കുന്ന മനുഷ്യൻ സ്യാന്നരോ അപത്യവിക്രയി, അപത്യത്തെ, സന്തതിയെ വിൽക്കുന്നവനായി തീരും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന്, വിവാഹത്തിൽ നിന്ന് ഒരു സാമ്പത്തിക നേട്ടം രണ്ട് കുലത്തിനും ഉണ്ടാകാൻ പാടില്ല. വധുവിൻ്റെ കുലത്തിനും ഉണ്ടാകാൻ പാടില്ല, വരൻ്റെ കുലത്തിനും ഉണ്ടാകാൻ പാടില്ല. അവിടെ ധനത്തിൻ്റെ വിനിമയം നടക്കുന്നത് പൂർണ്ണമായും ഈ വധുവിന് വേണ്ടിയിട്ടാണ്. സ്ത്രീധനവും കന്യാശുൽക്കവും കൂടെ കൂടുമ്പോൾ കന്യകയുടെ കയ്യിൽ വരുന്ന ആ ധനത്തിൻ്റെ പേര് സൗദായികം എന്നാണ്. നല്ലതായ ദായക്രമത്തിലൂടെ വധുവിൻ്റെ കയ്യിൽ വന്നുപെട്ട സമ്പത്ത്. ഈ സമ്പത്തിന് ആരാണ് അധികാരി എന്നാണ് ഇവിടെ വിധിക്കുന്നത്. സൗദായികേതു നാരീണാം സ്വാതന്ത്ര്യം പരികൽപ്പിതം. സൗദായികത്തിൽ നാരിമാർക്ക് സ്വാതന്ത്ര്യം, സ്വതന്ത്രത പരികൽപ്പനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയാണ് നേരത്തെ സ്വാതന്ത്ര്യം എന്ന പദം പറഞ്ഞത്. നാം വിചാരിച്ചതുപോലെയല്ല. സംസ്കൃതത്തിലുള്ള പദങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച, സംസ്കൃതം ഒരു ശരിയായിട്ടുള്ള ക്ലാസിക്കൽ ഭാഷയാണ്. ഒരു പദം അതിൻ്റെ റൂട്ട് മീനിങ് നോക്കിയിട്ട് അർത്ഥം നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. ആ റൂട്ട് മീനിങ്ങും പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥവും അതിനുണ്ടാകും. അപ്പോൾ ഇവിടെ പറയാണ്, ഇവിടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന പദത്തിന് അർത്ഥം. അതാണ് പറയുന്നത്. ഈ പണം എന്തെല്ലാം ചെയ്യാം ഈ പെൺകുട്ടിക്ക്. വിക്രയേ ചൈവ ദാനേച്ച സ്വച്ഛന്തം സ്ഥാവരേഷു അഭി. വിക്രയം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽക്കുക. ഇത് വേണമെങ്കിൽ, അപ്പം ഈ കന്യാശുൽക്കത്തിലൂടെ കിട്ടുന്നത് അഥവാ സ്ത്രീധനത്തിലൂടെ കിട്ടുന്നത് വേണമെങ്കിൽ വിൽക്കാനും ദാനം ചെയ്യാനും, ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നുകയാണ് കൊടുക്കാനും, അതിന് ഒരാളോടും ചോദിക്കേണ്ടതില്ല. സ്വന്തം ഇഷ്ടമാണ് ഇതിന് ആധാരം, എന്ത് ചെയ്യണം എന്നുള്ളതിന്. അതാണ് വിക്രയേ ചെയ്വ ദാനേച്ച സ്വച്ഛന്തം സ്ഥാവരേഷ്വബി. സ്ഥാവര വസ്തുക്കളിലും ജംഗമ വസ്തുക്കളിലും അപ്രകാരമുള്ള ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ട് എന്ന് വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്ത്രീയുടെ അധികാരത്തെ വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കുന്ന സ്വാതന്ത്ര്യം എന്ന പദം ഇവിടെ പ്രയുക്തമായിരിക്കുന്നു. സ്മൃതികളെ നിന്ദിക്കാൻ നമുക്കാർക്കും അവകാശമില്ല. കാരണം അത്രയേറെ നിസ്വാർത്ഥമതികളായിട്ടുള്ള മഹർഷിമാരാണ് സ്മൃതികൾ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമസ്കാരം.